നമ്മുടെ ഇവിടെ ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പാക്കിങ്ങിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്ന് കുറച്ച് സെറ്റ് ഓഫ് ബുക്സാണ് നമ്മൾ കുറച്ച് കുട്ടികൾക്ക് അയക്കുന്നത്. അത് എത്രയൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ആ ബുക്സ് അയക്കുന്നത്, ഇന്ന് എത്ര സെറ്റാണ് ആ ബുക്ക് പോകുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയിലേക്കാണ് നമുക്ക് പോകുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ പാക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാം. നമ്മുടെ മോറിസ് സാറ് ഇവിടെ നിൽപ്പുണ്ട്. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും, അതായത് എങ്ങനെയൊക്കെയായിരുന്നു ഈ പാക്കിംഗ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. സാർ ഹലോ. ഹലോ സാർ, എങ്ങനെയായി നമ്മുടെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ വരെ? നമ്മുടെ ആദ്യമായിട്ടൊരു 4000 കുട്ടികൾക്കുള്ള മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ദിവസം തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് 1000ഓളം മെറ്റീരിയൽ കഴിഞ്ഞ ദിവസം കയറ്റി വിട്ടിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് ഈ ഒരു ദിവസം 2000ഓളം മെറ്റീരിയൽസ് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരും പ്യൂൺ ചേട്ടന്മാരും എല്ലാവരും കൂടെ പാക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കയറ്റി വിട്ടിട്ടുണ്ട്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അത് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. നമുക്ക് മൊത്തം റിപ്പീറ്റേഴ്സ് ഓൺലൈൻകാർക്ക് വേണ്ടിയിട്ട് 27 ബുക്കുകളാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ റെഡി ആക്കിയിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ 6 ബുക്കുകളാണ് നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുക. പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളിലേക്ക് ബാക്കിയുള്ള ബുക്കുകൾ എത്തിച്ചേരുന്നുണ്ട്. ഫസ്റ്റ് സെറ്റിൽ നമ്മൾ ഒരു 6 ബുക്കുകളാണ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് ഒരു 3 ബുക്കും അതിന് കൂടെ വർക്ക് ബുക്കായിട്ട് ഒരു 3 ബുക്കും കൂടെയാണ് ഫസ്റ്റ് ഫേസിലെ കുട്ടികൾക്ക് ആദ്യം അയക്കുക. ഇനിയും ഇതിന് ശേഷം മറ്റ് മെറ്റീരിയൽസ് കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇതുകൊണ്ട് നിർത്തുകയല്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനിയും മെറ്റീരിയൽസ് നമ്മൾ പരീക്ഷ തീരുന്നവരെ സപ്ലിമെൻ്ററി ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് അയക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കുട്ടികൾക്ക് നിരന്തരം നമ്മുടെ എക്സാം കഴിയുന്ന അവിടം വരെ നമ്മുടെ മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇന്ന് അയക്കുന്ന ഒരു സെറ്റ് നമ്മൾ അയച്ചു എന്ന് സാറ് പറഞ്ഞു. അപ്പം ഇന്ന് ഏതൊക്കെ ബുക്സ് ആണ് അയച്ചതെന്നുള്ളത് നമുക്ക് സാറിന് എടുത്ത് ചോദിക്കാം. ഒന്ന്, നമുക്ക് വർക്ക് ബുക്കുകൾ, എല്ലാ സബ്ജക്റ്റിൻ്റെയും വർക്ക് ബുക്കുകൾ റിപ്പീറ്റേഴ്സിനായിട്ട് അയച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ബയോളജിയുടെ വർക്ക് ബുക്കാണിത്. അതിൻ്റെ കൂടെ ബയോളജിയുടെ സ്റ്റഡി മെറ്റീരിയൽ അയച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പീറ്റേഴ്സിൻ്റെ ബയോളജിയുടെ സ്റ്റഡി മെറ്റീരിയൽ. അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാരെങ്കിലും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലെ മെറ്റീരിയൽ കയ്യിലുണ്ട്, ചില റിപ്പീറ്റേഴ്സൊക്കെ ഉണ്ട്, പഴയ മെറ്റീരിയൽസ് കയ്യിലുണ്ട്, പുതിയത് വാങ്ങണം എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പുതിയ മെറ്റീരിയൽ വാങ്ങണം. കാരണം പ്രത്യേകിച്ച് ബയോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറക്ഷൻസ് എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. എല്ലാ വർഷത്തെ NCERTയും അതുപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും പുതിയത് തന്നെ വാങ്ങണം. കാരണം വളരെ കൃത്യമായിട്ട് അതിലെ കറക്ഷൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബയോളജിയുടെ 2 ബുക്കുകളാണ്. ഒന്ന് വർക്ക് ബുക്കും 2 നീറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലും. അപ്പോൾ ഈ 2 ബുക്കുകളാണ് ബയോളജികൾ. ഇനി ഫിസിക്സിലേക്ക് പോകാം. ഫിസിക്സ് സ്റ്റഡി മെറ്റീരിയൽ, ഫിസിക്സിൻ്റെ വർക്ക് ബുക്ക്. അടുത്തത് നമുക്ക് കെമിസ്ട്രിയിലുണ്ട്, അതുപോലെ തന്നെ വർക്ക് ബുക്കുണ്ട്, സ്റ്റഡി മെറ്റീരിയലുണ്ട്. അങ്ങനെ മൊത്തം 6 ബുക്കുകളാണ് നമ്മൾ റിപ്പീറ്റേഴ്സ്, ഓൺലൈൻ റിപ്പീറ്റേഴ്സിനായിട്ട് ഇവിടെ നിന്നും പാക്ക് ചെയ്ത് ആദ്യത്തെ സെറ്റിൽ അയക്കുന്നത്. ഇനി പുറകെ നമ്മുടെ സ്റ്റഡി പാക്കേജ് വരുന്നുണ്ട്. സ്റ്റഡി പാക്കേജ് +1 ഫിസിക്സ് വരുന്നുണ്ട്, +2ൻ്റെ ഫിസിക്സ് വരുന്നുണ്ട്. അതുകൂടാതെ ബ്രെയിൻ പോയിൻ്റർ, നമ്മൾ എല്ലാ ടോപ്പിക്കുകളും നമുക്കൊരു ഫ്രെയിം വർക്ക്, എല്ലാ ടോപ്പിക്കിൻ്റെയും ഫ്രെയിം വർക്ക്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫ്രെയിം വർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. കൂടുതൽ നിങ്ങൾക്കിത് ഉപയോഗം വരിക എപ്പോഴായിരിക്കും? പരീക്ഷയുടെ സമയത്തായിരിക്കും. ആ ബ്രെയിൻ പോയിൻ്ററിൻ്റെ കുറേ ബുക്കുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും ഒക്കെ സെപ്പറേറ്റ് ബുക്സ് വേറെ വരുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ, കഴിഞ്ഞ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റുകൾ, അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽസിലേക്ക് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷകൾ നന്നായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. സർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? പാക്കിംഗ് പ്രോസസ്സ് നമ്മൾ സാധാരണഗതിയിൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും നമ്മളുടെ കൂടെ ഈ പാക്കിംഗ് പ്രോസസ്സിലേക്ക് സഹകരിക്കും. കുറച്ചൊരു പ്യൂൺമാർ മാത്രമല്ല, നമ്മൾ 2021 മുതലുള്ള കോവിഡ് കാലഘട്ടത്തിൽ 16,000ഓളം കുട്ടികൾക്ക് നമുക്ക് എല്ലാ ജില്ലകളിലും മെറ്റീരിയൽ അയക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് ഒരുപാട് ആൾക്കാരെ, നമ്മുടെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരാണ്.
അപ്പോൾ 16,000-ഓളം കുട്ടികൾക്ക് ഇത്രത്തോളം ബുക്കുകൾ പാക്ക് ചെയ്യാനായിട്ട് വലിയൊരു ഫാക്ടർ, വലിയൊരു ഹെൽപ്പ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഈ ഒരു ദിവസം ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2,000-ഓളം വരുന്ന കൂട്ടുകാർക്ക് അഡീഷണലായിട്ട് മെറ്റീരിയൽസ് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. നമുക്കത് ഇന്ന് തന്നെ ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങളുടെ വീടുകളിലേക്ക് അയച്ചു തുടങ്ങി. അതായത് ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ കഴിഞ്ഞ് നമ്മുടെ പ്രൊഫസേഴ്സ് നിരന്തരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഈ അടുത്ത ബാച്ച് തുടങ്ങുന്ന അവിടം വരെ ആ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്നും കൂടെ അവരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം. എല്ലാ വർഷവും നമുക്ക് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ കൂടെ ഒരു ടീമുണ്ട്, അതിനായിട്ട് തന്നെ ഒരു വിങ്ങുണ്ട്. അപ്പോൾ അവർ ചെയ്യുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും നിങ്ങളുടെ ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് അതിലുണ്ട്. അതായത് നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരുണ്ട്, അതുകൂടാതെ മെറ്റീരിയൽ പ്രിപ്പറേഷൻ, കണ്ടന്റ് പ്രിപ്പറേഷൻ തന്നെയായിട്ട് പ്രത്യേകം ആൾക്കാരുണ്ട്. അവർ ചെയ്യുക എല്ലാ വർഷത്തെയും മെറ്റീരിയൽസ് അവർ റിവൈസ് ചെയ്യുന്നുണ്ട്, നീറ്റിൻ്റെ സിലബസ് റിവൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്തൊക്കെ കറക്ഷൻസ് NCERTയിലും മറ്റും വരുന്നുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓരോ തവണത്തെയും നീറ്റ് പ്രിപ്പറേഷൻ ആവശ്യമായ നോട്ടുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ അഡീഷണൽ കാര്യങ്ങൾ ചേർക്കണം, ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്കുള്ള മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓരോ വർഷത്തെയും വരുന്ന പുതിയതായിട്ടുള്ള മാറ്റങ്ങളും കറക്ഷൻസും കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഏറ്റവും പുതിയ ബുക്കുകൾ തന്നെ നിങ്ങൾ വാങ്ങണം. പ്രത്യേകിച്ച് NCERT ബുക്ക്, എല്ലാ വർഷത്തെയും NCERT ബുക്ക് ഏറ്റവും പുതിയത് തന്നെ, ഏറ്റവും അപ്ഡേറ്റഡ് ആയത് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. നമുക്ക് ബില്ലിൻ്റെ എല്ലാ തവണത്തെയും റിപ്പീറ്റേഴ്സ് മെഡിക്കലുകാർക്ക് കൊടുക്കുന്ന അപ്ഡേഷൻസ് എല്ലാം കൃത്യമായിരിക്കും. മാത്രമല്ല പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർമാർ വഴി നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അതാണ്, അതായത് ഇപ്പം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ പിന്നെയും ഞാനിത് വാങ്ങണോ, അല്ലെങ്കിൽ എനിക്ക് പഴയ ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വേറൊരു കസിൻ്റെ ഉണ്ട്, ഫ്രണ്ടിൻ്റെ ഉണ്ട്, ആ മെറ്റീരിയൽസ് തന്നെ പോരെ. അപ്പം ഞാനൊരു എടുത്ത് ചോദിച്ചതിൻ്റെ കാരണവും ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം കൂടിയാണ് സർ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറയേണ്ടത്, അതായത് ഇന്ന് നമ്മൾ ആഴ്ചയിൽ 6 ബുക്സാണ് ഉള്ളത്. അതായത് ബയോളജിക്ക് 2, ഫിസിക്സിന് 2, കെമിസ്ട്രിക്ക് 2 ബുക്ക്. അപ്പം ഇപ്പോൾ ബയോളജിക്ക് തന്നെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ സബ്ജക്റ്റിനും, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും ഉണ്ട്. അപ്പം ഈ കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കാം, എന്താണ് ഇപ്പോൾ ഈ 2 മെറ്റീരിയൽ, ഫിസിക്സിന് തന്നെ 2, ഒന്ന് സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊന്ന് പറയാമോ? അതായത് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസിന് അനുസരിച്ചിട്ടാണ്. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസിൽ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. സ്റ്റഡി മെറ്റീരിയലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ്സിൽ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്നുണ്ടാകും. നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നത് സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഓർഡറിൽ ചെയ്ത് പഠിക്കാനായിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ലെവൽ 1, ലെവൽ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. അതായത് അതേ ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റഡി മെറ്റീരിയലിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, മുന്നോട്ട് സ്റ്റഡി പാക്കേജിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യനും 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നീറ്റിലെ പോലെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല. അതിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് 30 സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്നതുണ്ടാവും, ചിലത് 15 സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്നതുണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ നമുക്ക് ഉത്തരം അറിയാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ എടുത്തേക്കാം. അപ്പോൾ അതുപോലെ പല ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മെറ്റീരിയലുണ്ട്, സ്റ്റഡി മെറ്റീരിയലുണ്ട്. ഇനി വർക്ക് ബുക്ക് എന്തിനാണ്? വർക്ക് ബുക്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അഡീഷണൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് വാർത്തെടുത്തിട്ടുണ്ട് വർക്ക് ബുക്കുകളിൽ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഡിഫിക്കൽട്ടി ലെവൽ പലതാണ്. ഒരെണ്ണം ചെയ്യാൻ 1 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കുറച്ച് ക്വസ്റ്റ്യൻസിന് അല്പസമയം കൂടുതലൊക്കെ വേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും നമുക്ക് ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലുകൾ മാത്രം മതി. മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ച് MBBS നേടി, ഓൺലൈനായിട്ട് പഠിച്ച് MBBS നേടി മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് മാത്രം മതി, മറ്റ് ബുക്കുകളെ ഒന്നും ആശ്രയിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മെറ്റീരിയൽസിലെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാം.
അങ്ങനെ 6 ബുക്സ് അടങ്ങുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് പാഴ്സലാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോൾ ദേ പാക്ക് ചെയ്ത് നമ്മൾ പാക്കിംഗ് വിശേഷങ്ങളൊക്കെ കണ്ടു. പാക്ക് ചെയ്ത് നിങ്ങളിലേക്ക് സെക്യൂർ ആയിട്ട് എത്താൻ പോകുന്നത് ഇതാ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ബുക്സ് ദേ ഇവിടെ ഇനിയും ബാക്കിയുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥിക്ക് 27 ബുക്സാണ് നൽകുന്നത്. അതിൽ 6 ബുക്സാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് അയച്ചിരിക്കുന്നത്. ബാക്കി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് വഴിയെ ലഭിക്കുന്നതാണ്. അപ്പം ഇനി ഇവിടുന്ന് നമ്മുടെ പാക്ക് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം നേരെ പാലാ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ എത്തിക്കുന്നു. അവിടുത്തെ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട്, അവിടുത്തെ ഒഫീഷ്യൽ പാക്കിങ്ങും അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അധികം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഇങ്ങോട്ട് പോകാം. കണ്ടു. അതായത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് എല്ലാം പാക്ക് ചെയ്ത് നീറ്റ്ലി പാക്ക് ചെയ്ത് സെക്യൂർ ആയിട്ട് നമ്മുടെ പാലാ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു വണ്ടിയൊന്നും അല്ല, 2-3 വണ്ടി ഓരോ സെറ്റായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളിതേ ഫൈനൽ സെറ്റാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാ ബുക്കും ദേ അവിടെ കൊണ്ടുപോയി അൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി പോസ്റ്റ് ഓഫീസിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് നേരെ 2 ദിവസത്തിനകം നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇത് വിദ്യാർത്ഥികളുടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബോക്സ് എത്തി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിൻ്റെ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.